അപ്പോൾ തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു മേയർ തെരഞ്ഞെടുപ്പും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുമാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് നടന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ പരാതി കൊടുത്തിരുന്നതാണ്. നമ്മുടെ മുനിസിപ്പൽ ചട്ടം അനുസരിച്ച് 6, 7, 8, 9 വകുപ്പുകൾ അനുസരിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ 6ൽ 3ാമത്തെ സബ് ക്ലോസിൽ പറയുന്നത് ശരിയായ രൂപത്തിലുള്ള സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തിയ കൗൺസിലർക്ക് മാത്രമാണ് ഈ പറയുന്ന 2 തെരഞ്ഞെടുപ്പിലും മേയർ തെരഞ്ഞെടുപ്പിലും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ നടത്തിയിരിക്കുന്ന 20 കൗൺസിലർമാർ നടത്തിയിരിക്കുന്ന സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് ഗുരുദേവന്റെ നാമത്തിൽ നടത്തിയിട്ടുള്ള സത്യപ്രതിജ്ഞയുണ്ട്, ശ്രീ ഉദയന്നൂർ ദേവിയുടെ നാമത്തിൽ നടത്തിയിട്ടുള്ള സത്യപ്രതിജ്ഞയുണ്ട്, പത്മനാഭസ്വാമിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സത്യപ്രതിജ്ഞയുണ്ട്, ഭാരതാംബയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഇതുണ്ട്. അതുപോലെ തന്നെ ബലിദാനത്തിന്റെ പേരിൽ, ദൈവങ്ങളുടെ പേരിൽ പോലുമല്ല, ബലിദാനത്തിന്റെ പേരിൽ നടത്തിയിട്ടുള്ള സത്യപ്രതിജ്ഞയാണ്. അതായത് ആളുകളുടെ അവരുടെയൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പത്മനാഭന്റെയും ശ്രീകണ്ഠേശ്വരന്റെയും അയ്യപ്പനാമത്തിലും കാര്യവട്ടം ശ്രീ ധർമ്മശാസ്താവിന്റെയും ഒക്കെ പേരിലാണ് ഈ പറയുന്ന 20 കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇത് നമ്മുടെ ചട്ടങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തികച്ചും ചട്ടലംഘനമായിട്ടുള്ള സത്യപ്രതിജ്ഞയാണ് നടന്നിരിക്കുന്നത്. ഒരിക്കലും ദൈവത്തിന്റെ പേരിൽ ഈ പറയുന്ന പോലെ തന്നെ ദൈവവിശ്വാസത്തിന്റെ പേരിലും ദൃഢപ്രതിജ്ഞ എടുക്കാമെന്നുള്ള നമ്മുടെ ചട്ടം നിലനിൽക്കുമ്പോൾ അതിന് വളരെ സ്പെസിഫിക് ആയിട്ട് ഇതിനകത്ത് മുനിസിപ്പാലിറ്റിയുടെ നിയമത്തിനകത്ത് അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് ഭരണഘടനയുടെ അടിസ്ഥാനപ്പെടുത്തി ആർട്ടിക്കിളിന്റെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അത് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റാണ്. അതിൽ നിന്ന് വ്യതിചലിക്കാൻ വേണ്ടിയിട്ട് യാതൊരു കാരണവശാലും പാടില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ നടത്തിയിട്ടുള്ള നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലും നേരത്തെ വന്നിട്ടുള്ള ഒരുപാട് കേസിന്റെ അടിസ്ഥാനത്തിലും പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ചട്ടലംഘനം നടത്തിയാൽ അത് യാതൊരു കാരണവശാലും ഈ പറയുന്നത് പോലെ തന്നെ ഒരു സത്യപ്രതിജ്ഞ ആയി കണക്കാക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നുള്ളത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ എല്ലാ അർത്ഥത്തിലും ഈ സത്യപ്രതിജ്ഞ ലംഘനം നടത്തി അതിനെ സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടും ഈ പരാതിയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ വിഷയം തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ ഞാനിത് ബഹുമാനപ്പെട്ട റിട്ടേണിംഗ് ഓഫീസറോട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് ആ കൗൺസിൽ യോഗത്തിനകത്ത് പറഞ്ഞതാണ്. ഇതൊരു ചട്ടലംഘനമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് ആയിട്ടാണ്, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നതെന്നും അത് അവരുടെ മറുപടി എന്ന് പറയുന്നത് നമുക്കറിയാലോ, കളക്ടർ എന്ന് പറയുന്ന റിട്ടേണിംഗ് ഓഫീസർ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കൂടിയാണ് ഈ പറയുന്ന കളക്ടർ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടെന്നും അത് ഞാനിതിനകത്ത് ഇടപെടുന്നില്ലെന്നും പകരം നിങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ഇതിനെ തട്ടി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. കൃത്യമായിട്ടുള്ളൊരു മറുപടി ഈ കാര്യത്തിനകത്ത് നടന്ന ചട്ടലംഘനം. ഇപ്പോൾ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഇതിന്റെ പരാതി കൊടുക്കുമ്പോൾ തന്നെ ഇതിന്റെ വീഡിയോ ബൈറ്റ് അടക്കം എടുത്ത് രേഖ ഹാജരാക്കിക്കൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത്. അത് ഇന്നും ആ രേഖകൾ തന്നെ ഇത് കേൾപ്പിച്ചു കൊടുത്തിട്ടാണ് ഇതിന്റെ ഡെപ്യൂട്ടി മേയറായിട്ട് വന്നിട്ടുള്ള ആളെന്ന് പറയുന്ന ആശാനാഥ് ഈ പറഞ്ഞിരിക്കുന്ന സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് ഈ ഭാരതാംബയുടെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ മേയറെ പിന്തുണച്ചിട്ടുള്ള ഈ ഗോപൻ നടത്തിയ സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് പരശുരാമന്റെ പേരിലും ഒക്കെയാണ് സത്യപ്രതിജ്ഞ ഇതിനകത്ത് നടത്തിയിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഇവരെ പിന്താങ്ങുന്ന പ്രപ്പോസ് ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയതിനു ശേഷം അവരാണ് ഇതിനകത്ത് ഈ പറയുന്നത് പോലെ തന്നെ അവരെ മാറ്റി നിർത്തിയിട്ട് ഈ 20 ആളുകളെയും മാറ്റി നിർത്തിയിട്ട് വേണം ഇന്നിപ്പോ കൗൺസിലിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും സത്യപ്രതിജ്ഞ നടക്കാൻ വേണ്ടിയിട്ട് ശരിയായ സത്യപ്രതിജ്ഞ നടത്താത്ത ആളുകളെ മാറ്റി നിർത്തുകയാണെന്ന് ഈ പറയുന്ന റിട്ടേണിംഗ് ഓഫീസർ ചെയ്യേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.